സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഡിസ്ക്ലൈമർ വായിച്ചുകൊണ്ട് തന്നെ വീഡിയോ കണ്ടു തുടങ്ങുക. ഇതൊരു വിധത്തിലുള്ള ട്രേഡിംഗ് സജഷൻസും അല്ല. ഇതിനകത്ത് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു പഠനാർത്ഥമായ കാര്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെക്കുറിച്ച് മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 ജൂലൈ 6-ാം തീയതി വ്യാഴാഴ്ച നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കേണ്ടത് മാർക്കറ്റ്സ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ തിരിച്ചു പോകണോ എന്ന് ആലോചിക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നിഫ്റ്റി എന്തായാലും ഇന്നൊരു പുതിയ ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 19,512 ഇന്ന് വന്നിരിക്കുന്നത്. 564 ഈ മാസത്തെ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിഫ്റ്റി നാളെ മുകളിലോട്ട് തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ അത് ക്രിയേറ്റ് ചെയ്തതിൽ നിന്നും ഇന്ന് പുറകോട്ടാണ് പോയിട്ടുള്ളത്. സെൻസെക്സ് ആണെങ്കിൽ 65,832 ഇന്നൊരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയും ബാങ്ക് എക്സ് ഒക്കെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിൽ നിന്നും പുറകോട്ടാണ് പോയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് പോയിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും കംപ്ലീറ്റ്ലി റെഡായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 19,520 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 29 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ റെഡിലാണുള്ളത്. ജക്കാർത്ത കമ്പോസിറ്റ് മാത്രമാണ് ഗ്രീനിൽ 38 പോയിന്റ് ഗ്രീനിലാണ് അത് പോകുന്നത്. ബാക്കിയെല്ലാം തന്നെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ഇന്ന് ഇൻട്രാഡേയിൽ ബെയറിഷ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ക്രൂഡ് ഓയിൽ ഇന്നലെ $71.52 ഉണ്ടായത് ഇന്ന് അതേ നില തന്നെ തുടരുകയാണ്. 71.52 തന്നെ തുടരുകയാണ്. ഗോൾഡ് റേറ്റ് ഇന്നലെ $25.99 ഉണ്ടായത് കുറഞ്ഞിട്ടുണ്ട്. 19.09 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ റുപ്പീസ് വീണ്ടും സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 82.22 ഉണ്ടായത് 82.51 കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വിനിമയ നിരക്ക് സ്ലിപ്പ് അതായത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, പവർ ഗ്രിഡ്, M&M, ബന്ധൻ ബാങ്ക്, AU ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭമാണ് നേടിയിരിക്കുന്നത്. അതിനകത്ത് M&M പ്രത്യേകം ശ്രദ്ധിക്കണം. 5.03% പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഹോൾഡ് ചെയ്യുന്നതാണ് ടാറ്റ മോട്ടോഴ്സ്. ഇന്ന് 2.17% വർദ്ധിച്ചിട്ട് 601 രൂപ പെർ ഷെയർ ആയിട്ടുണ്ട്. അതേപോലെ ഇന്ന് ഏഷ്യർ മോട്ടോഴ്സ് 2.53% എന്താ പറയുക ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻട്രാഡേയിൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,338 കോടിയുടെ ബൈയിങ്ങും 9,697 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 2,641 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,247 കോടിയുടെ ബൈയിങ്ങും 10,599 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി ഈ 2,352 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ലാഭമെടുപ്പ് തുടരുന്നു. മാർക്കറ്റ് ആണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും പോകാതെ ഒരേ സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 289 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നെത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.36 ഉണ്ടായത് ഇന്ന് 1.37 വർദ്ധിച്ചിട്ടുണ്ട്. 1.1% വർദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും അത് ബുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് 19,497 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 37 പോയിന്റ് മുകളിലായിട്ട് 19,534 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.08 ഉണ്ടായത് വർദ്ധിച്ചിട്ട് 1.16 ആയിട്ടുണ്ട്. സ്പോട്ട് പ്രൈസ് 45,340 ഉണ്ടായിരുന്നത് 60 പോയിന്റ് മുകളിലായിട്ട് 45,400 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐടിയും നിഫ്റ്റി FMCG ഇത് രണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ ദി ഒറീസ മിനറൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ റിസൾട്ട് നാളെയാണ്. കംബോ H ഇൻഫോകോം ലിമിറ്റഡ്, റെസ്പോൺസ് ഇൻഫോമാറ്റിക്സ് ലിമിറ്റഡ്, HCKK ലിമിറ്റഡ്. ഇതിൽ ഞാൻ പിന്നീട് പറഞ്ഞ 3 സ്റ്റോക്കുകളും പെന്നി സ്റ്റോക്കുകളാണ്. ഫസ്റ്റിൽ പറഞ്ഞ ഒറീസ മിനറൽസ് അത്യാവശ്യം 3,700 രൂപയോളം മാർക്കറ്റ് ഷെയർ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇനി അടുത്ത വ്യാഴാഴ്ച 13 ജൂലൈ 13 വ്യാഴാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ICICI Prudential 60 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ
മഗധ് ഷുഗർ ആൻഡ് എനർജി ലിമിറ്റഡ് 7 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഓറിയന്റൽ ഹോട്ടൽസ് ലിമിറ്റഡ് 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സുമിത് ഇൻഫ്ര ലിമിറ്റഡ് 3.5 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ടൈറ്റൻ കമ്പനി 10 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. വെൻഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് 50 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത വ്യാഴാഴ്ച 13-ാം തീയതി വരാനുള്ളത്. ഇനി നാളത്തേക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് ഇതുവരെയും അപ്ഡേറ്റഡ് ആയിട്ടില്ല. സോ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,398 നിന്നും 13 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 19,385 ഇന്ന് ആരംഭിച്ചത്. 19,512 ഡേ ഹൈയും 19,373 ഡേ ലോയും വന്നത് വഴി 139 പോയിന്റിന്റെ 0.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,385 നിന്നും 112 പോയിന്റ് മുകളിലായിട്ട് 19,497 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 99 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 65,466 നിന്നും 54 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 65,398 ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. 65,832 ഡേ ഹൈയും 65,328 ഡേ ലോയും വന്നതുവഴി 505 പോയിന്റിന്റെ അഥവാ 0.77% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് സെൻസെക്സ് ഇന്ന് ആരംഭിച്ച 65,391 നിന്നും 394 പോയിന്റ് മുകളിലായിട്ട് 65,785 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 340 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് 0.34% കുറഞ്ഞുകൊണ്ട് 11.84 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 45,151 നിന്നും 91 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 45,060 ഇന്ന് ആരംഭിച്ചത്. 45,417 ഡേ ഹൈയും 45,042 ഡേ ലോയും വന്നതുവഴി 375 പോയിന്റിന് അഥവാ 0.83% ആണ് നമുക്ക് ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 45,060 നിന്നും 279 പോയിന്റ് മുകളിലായിട്ട് 45,339 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 158 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 20,246 നിന്നും 36 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 20,210 ഇന്ന് ആരംഭിച്ചത്. 20,314 ഡേ ഹൈയും 20,186 ഡേ ലോയും വന്നതുവഴി 128 പോയിന്റിന് അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 20,210 നിന്നും 60 പോയിന്റ് മുകളിലായിട്ട് 20,270 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 24 പോയിന്റ് മാത്രം മുകളിലായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 50,912 നിന്നും 53 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 50,860 ഇന്ന് ആരംഭിച്ചത്. 51,235 ഡേ ഹൈയും 50,693 ഡേ ലോയും വന്നതുവഴി 542 പോയിന്റിന്റെ അഥവാ 1.07% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,860 നിന്നും 293 പോയിന്റ് മുകളിലായിട്ട് 51,153 ആണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 241 പോയിന്റ് മുകളിലായിട്ടാണ് ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നമ്മൾ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് നോട്ട് സോണിലാണ്. അവിടെ നിന്ന് ഒരു ഒരു സപ്പോർട്ട് എടുത്ത് ഒന്ന് സ്ട്രോങ് ആയി ചവിട്ടി നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. R1 കട്ട് ചെയ്തു, R2 എത്തിയില്ല. അതിന് മുമ്പേ മാർക്കറ്റ് ഇന്നത്തെ ദിവസം അവസാനിച്ചിരുന്ന എക്സ്പയറി ആയിരുന്നു. അപ്പോൾ രാവിലെ ഒരു വൺ സൈഡ് കോൾ സൈഡിലേക്ക് തന്നെ ട്രേഡ് എടുത്ത് കോസ്റ്റ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കാത്തിരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് S1 S1 നിന്നും മാർക്കറ്റ് നേരെ മുകളിലോട്ട് കയറിപ്പോയി നോട്ട് സോണിൽ ടച്ച് ചെയ്ത് റിജക്ഷനായി വീണ്ടും അതിനെ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി R1 ഇന്ന് അവസാനിച്ചു. അതായത് S1 നിന്നും R1 ഒരു ചെറിയ യാത്ര. പക്ഷേ ഒരു നോർമലി സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന് ഇതിനകത്തൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹൈ അപ്പ് ഡൗൺ മൂവ്മെന്റ് ഇതേ രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് എടുത്തു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റി ഫിൻ സർവീസസ് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് S1 താഴെ യെസ്റ്റർഡേ ലോയിലാണ് ഇന്ന് ആരംഭിച്ചത്. അവിടെ നിന്ന് S1 പോയി റിജക്ഷനായി വീണ്ടും താഴോട്ട് വന്നു. അത് ഒരു മൊമെന്റിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി. പക്ഷേ നോട്ട് സോണിനെ കട്ട് ചെയ്ത് പോകാൻ പറ്റിയില്ല. അവിടെ നിന്ന് റിജക്ഷനായി താഴോട്ട് തന്നെ വന്നു. അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് അവസാനിച്ചു. ഈ മോർണിംഗ് സെഷനിൽ ഏകദേശം 10:45 മുതൽ 12 മണി വരെയുള്ള ആ സമയത്ത് ഒരു നല്ലൊരു ട്രേഡ് എല്ലാവർക്കും കിട്ടിയിരുന്നു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് ആരംഭിച്ചത് നോട്ട് സോണിൻ്റെ താഴെയായിട്ടാണ്. അവിടെ നിന്ന് വൺ സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കൃത്യമായിട്ടും കൊടുത്തത്. പക്ഷേ ഇത് എത്രത്തോളം ആൾക്കാരെ തിരിച്ചറിഞ്ഞ് ഈ രീതിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. മോർണിംഗിൽ ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു റീടെസ്റ്റിംഗ് വന്നപ്പോൾ അവിടെ തൊട്ട് എൻട്രി എടുത്തവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല R1, R2, R3 വരെയും അത് പോയിട്ടുണ്ട്. എക്സാക്ട്ലി R3 പോയിട്ടാണ് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത്. ഇനി മാർക്കറ്റിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ
നിഫ്റ്റി 2 ദിവസം ഒരു എന്താ പറയുക കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിരുന്നു. കഴിഞ്ഞ 26-ാം തീയതി തുടങ്ങിയ റാലിയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി നാളെ ഇവിടെ ടച്ച് ചെയ്യുന്നതോടുകൂടി താഴോട്ടുള്ള ഇറക്കം തുടങ്ങും എന്നാണ്. കാരണം RSI പറയുന്നത് നിഫ്റ്റിക്ക് തിരിച്ചിറങ്ങാറായുള്ള 76-ന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. RSI ഓവർബോട്ട് ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഒരു കൂൾ ഡൗൺ ആവശ്യമാണ്. അപ്പം ഒന്നുകിൽ മാർക്കറ്റ് ഇവിടെ നാളെ മിക്കവാറും ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് പിന്നെ താഴോട്ട് വന്നിട്ട് പതുക്കെ കയറിപ്പോൾ അപ്പോഴത്തേനും RSI വീണ്ടും ഒരു 50 റേഞ്ചിലേക്ക് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നാളെ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ നിന്ന് പിന്നീട് തിരിച്ചിറങ്ങി ഒന്നുകിൽ നാളെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ വന്നിട്ട് തിരിച്ചിറങ്ങി പോകാനാണ് സാധ്യത. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന പോലെയുള്ള അതേ സെയിം പരിപാടി ഇവിടെ റിപ്പീറ്റ് ചെയ്യും. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ RSIയെ താഴോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അത് 65-ൻ്റെയൊക്കെ മുകളിലുണ്ടായിരുന്നത് 60-ൻ്റെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നാളെ റെഡ് ക്യാൻഡിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അത് RSI വന്ന് 50-ലെത്തും. അവിടുന്ന് അപ്പോൾ ഒരു ഫർദർ അപ്പ് മൂവ്മെൻറ്റിനുള്ള ഒരവസരം ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടാവും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഒരു ക്യാൻഡിൽ വരുന്നത്. ഇനി ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി അത് താഴോട്ടിറങ്ങി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 20,198 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അത് തിരിച്ച് പൊങ്ങുകയാണ് വേണ്ടത്. ഇനി ഈ ഒരു ലെവല് അത് ടെസ്റ്റ് 726 അതാണ് ഈ മാസത്തെ ഫിൻ നിഫ്റ്റിയുടെ ടാർഗറ്റ്. തീർച്ചയായിട്ടും നിഫ്റ്റിയിലാണ് ശ്രദ്ധിക്കേണ്ട 19,564 ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി മാർക്കറ്റിൽ ഒരു റിജക്ഷൻ ഉണ്ടാകും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി സെൻസെക്സ് നാളെ എക്സ്പയറി ആണ്. സെൻസെക്സിൻ്റെ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് വളരെ അടുത്താണ്. ഇതുണ്ടല്ലേ, ഈ ഒരു ലെവലാണ് നാളെ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ അത് ടച്ച് ചെയ്ത് കംപ്ലീറ്റ്ലി പിന്നെ ഒരു റിവേഴ്സ് മൂവ്മെൻറ്റ് വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. 65,948 ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇന്ന് വന്നിരിക്കുന്ന 750-ൻ്റെ മുകളിലേക്ക് ഇന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ 750-ൽ ഇന്ന് ക്ലോസ് ചെയ്ത് ഏകദേശം 200 പോയിന്റിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ട് പിന്നീട് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല മാർക്കറ്റ് നല്ല പവർഫുൾ ആണെങ്കിൽ 66,874 ഈ മാസം സെൻസെക്സ് എത്തേണ്ട ഒരു ടാർഗറ്റാണ്. അപ്പോൾ അവിടെ വരെ എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം 1000 പോയിൻറ്റ് 65,900 മുതൽ ഏകദേശം 1000 പോയിൻറ്റിൻ്റെ അടുത്ത് മൂവ്മെൻറ്റ് ഇനിയും പോകാനുണ്ട്. സോ സെൻസെക്സ് ഈ രീതിയിലാണ്. മറ്റുള്ള മിഡ് ക്യാപ്പ് സംഭവങ്ങളൊക്കെ മിഡ് ക്യാപ്പ് ഒത്തിരി പേര് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ബ്രോക്കേഴ്സ് Zerodha അല്ലാത്ത മറ്റ് ബ്രോക്കേഴ്സിൽ നല്ല രീതിയിൽ ഇതിൻ്റെ ട്രേഡിങ് നടക്കുന്നുണ്ട് എന്നാണ് ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ 83 എന്നുള്ളത് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇതിന് നാളെ ഈ രീതിയിൽ ഒരു റിവേഴ്സൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കണം. അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇത് കംപ്ലീറ്റ്ലി ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്യും ഈ മാസം. അതായത് 8,500 എന്ന റേഞ്ചിനെ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷൻ ഉണ്ടാകും. കാരണം കുറച്ച് ദൂരമേ ഉള്ളൂ, മാർക്കറ്റിൽ ഇനി ഒത്തിരി ദിവസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പോയിട്ട് തിരിച്ചിറങ്ങാനാണ് ഇത്തിരി സമയമുള്ളതുകൊണ്ട് അതായിരിക്കും ഒന്നുമില്ല സൈഡ് വൈസ് അല്ലെങ്കിൽ താഴോട്ടുള്ള യാത്ര. ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള സ്റ്റോറി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.